ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മലയാറ്റൂർ വന്നപ്പോഴാണ്. അന്നൊരു ദിവസം ഞങ്ങൾ മലയാറ്റൂർ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ അല്ലേ? കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഞങ്ങൾ ഈ കൊല്ലം മലയാറ്റൂർ വന്നേക്കാം. കുറേ ആൾക്കാരുണ്ടായി. ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് കുറേ ആൾക്കാരുണ്ടായി ഞങ്ങളുടെ ഒപ്പം. ഇപ്പൊ ഇത്തിരി ആൾക്കാരേ ഉള്ളൂ. അന്ന് വന്നപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. ഇപ്പോഴും ആൾക്കാരുണ്ട്. ദുഃഖോളി സമയത്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നെ. അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർ വന്നേക്കാണ്, എറണാകുളം ജില്ലയിലുള്ള. അപ്പോൾ ഞങ്ങൾ ആയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ മല കയറാൻ പോവുകയാണ്. ഏകദേശം 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറാണോ അല്ലേ? ഞാൻ ഓടിച്ചാടി കയറുന്ന അത്ര വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പൊ ഇന്നും അതുപോലെ ഓടിച്ചാടി കയറാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ മല കയറാൻ പോവാണ്. ജോക്ക് പോകണോ? അവരൊക്കെ എന്തേടാ? ജോക്ക് തിരിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടോ? തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ജോക്ക് പോകണം. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്, അല്ലേ? മല കയറാൻ ഞങ്ങൾ 5 പേരുണ്ട്. ജോക്കുണ്ട്, അനന്തമുണ്ട്, അളിയനുണ്ട്, ഡെല്ലനുണ്ട്, അളിയൻ്റെ പെണ്ണുമ്പിള്ള. ജോക്ക് ക്ഷീണിതനായോ? ഒരു മടുപ്പ് പോലെ ഉണ്ടല്ലോ. ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് വന്നപ്പോൾ ഇത്ര ഉണ്ടായില്ല എന്നല്ലേ? ഹൈറ്റ് കൂടിയെന്ന് തോന്നുന്നു. അയ്യോ, ഞങ്ങളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊന്നും ആയില്ല, കുറച്ചായിട്ടുള്ളൂ. ഏകദേശം ഇത്രയാണ് നമ്മൾ കയറിയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് അങ്ങനെ മുകളിലേക്ക്. മൊത്തമൊക്കെ സൈഡിൽ നിന്ന് ഒഴിക്കാമല്ലോ. ഇച്ചിരി കുടിക്കാടാ, ലേശം കുടിക്കാം. കൈ പൊള്ളിക്കലേട്ടോ. അവിടെ ഇട്ടോ, വെക്കണ്ട. ആയത്തെ കുറിച്ച് എത്തിയില്ലേ? അവർ പയ്യവനുള്ളൂ. അങ്ങനെ കാണാൻ പാടില്ല. ജോക്ക് ഭയങ്കര ആക്റ്റീവാ. ജോക്ക് തളർന്നിട്ടില്ല അല്ലേ? ഫ്രണ്ട്സ്, ഒന്നാമത്തെ കുറിച്ച് അവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. രണ്ടാമത്തെ കുറിച്ച് ഇത് ഇനി നിൽക്കാൻ പറ്റുമെന്ന് തോന്നണു. മൂന്നാമത്തെ കുറിച്ച് അവിടെ. ഇത് ഈ മരത്തിൽ കത്തി പിടിച്ചിട്ടുണ്ടോ? അത് മറ്റേ തിരി ഉണ്ടല്ലോ അടുത്ത്, അത് കത്തിക്കാൻ നേരത്ത് തീ കയറി ചില മരങ്ങളിൽ കയറി പിടിക്കും. അപ്പോൾ ഇത് കത്തി പിടിച്ചിട്ടുണ്ട്. അത് കിടത്താനുള്ള സാധനമൊക്കെ അവിടെ വെച്ചാണ്. 5ാമത്തെ കുരിശിട്ട് പോവാം. അപ്പോൾ അങ്ങനെ 5ാമത്തെ കുരിശ് എത്തി. മൊത്തം 14 കുരിശാണുള്ളത്. അപ്പോൾ ഇനി ഏറ്റവും മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ബാക്കി കുരിശൊക്കെ. ഏകദേശം നമ്മൾ മേളിലെത്തി കേട്ടോ. ആ താഴത്തുനിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊക്കെയാണ് കടകളുള്ളൂ. നമുക്കെന്തെങ്കിലും വെള്ളം വാങ്ങിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇത്രയും നമ്മൾ കയറി വന്നതാണ്. അപ്പോൾ അതാണ് 13ാമത്തെ കുരിശ് താഴെ കാണുന്നത്. ഇവിടെ കാണുന്ന കുരിശ് 14ാമത്തെ കുരിശ്. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പോവണം. പറയൂ, എവിടെ എത്തി നമ്മള്? നമ്മള് മലയിൽ ബിസ്ക്കറ്റൊക്കെ തിന്നു. ബിസ്ക്കറ്റ് യോഗന് കഴിച്ചിട്ട് വെള്ളം യോഗ ബിസ്ക്കറ്റ് കഴിക്കാം. മലയുടെ മേളിലെത്തിയല്ലേ നമ്മള്? മേളിലെത്തി. 14 നിലയും കഴിഞ്ഞ് നമ്മൾ മേളിലെത്തി. റെസ്റ്റ് എടുക്കണം. കുറച്ചേരം ഇരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ? അയ്യോ, യോഗ വിഷമിച്ചോ? യോഗ വിഷമിച്ചൊന്നുമില്ല. യോഗ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഈ തവണ കൊണ്ടുവന്നേക്കണേൽ ഏറ്റവും വലിയ കുരിശ് ഇതാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് ഇതാണ് കണ്ടത്.
ഇതൊരു നേർച്ചയാണത്. ഇതിങ്ങനെ കുറേ ആളുകൾ കൂടി പിടിച്ച് കയറ്റിക്കൊണ്ടുവരും. അപ്പോൾ ബാക്കിയുള്ള കുരിശുകളൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടൊരു തോമസ് ലീഹായുടെ പടം വെച്ചിട്ടുണ്ട്. പടമല്ല, ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെ ഉണ്ടോ? അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല. പള്ളികൾ, പിന്നെന്താ ഒരുപാട് മരങ്ങൾ, കാടാണല്ലോ അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. അങ്ങനെ പള്ളിയുടെ സ്റ്റാളുകളുണ്ട്. അങ്ങനെയൊക്കെ നല്ല രസമാണ് അതിൻ്റെ മേളിൽ വന്ന് കാണാനായിട്ട്. ഇതാണ് ആന കുത്തിയ പള്ളി. ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഉള്ള വീഡിയോയിലൊക്കെ ഇതിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്തുള്ളൊരു പള്ളിയായിരുന്നു. ഏകദേശം 500-550 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അന്ന് ആന കുത്തി എന്നൊക്കെ പറയപ്പെടുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ എത്ര കൊല്ലം മുമ്പ് ഇങ്ങനെ കുത്തി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം കാടാണല്ലോ, അപ്പോൾ ആന കയറി വന്ന് കുത്തി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ എൻ്റെ സൈഡിലൊക്കെ മൊത്തം ഇങ്ങനെ കമ്പിവേലി വെച്ച്, കമ്പിവേലിയല്ല കെട്ടിയൊക്കെയാണ്. കാരണം എൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കൊക്കയാണ്. അറിയാലോ, ഇത്രയും കയറ്റം കയറി വന്നേക്കണല്ലേ, അപ്പം അങ്ങോട്ടൊന്നും ആരും വിടില്ല. പിന്നെ ഇറങ്ങി പോണോടത്ത് നമ്മൾ കൈ മുത്തുന്നിടത്ത് അവിടെ ഒരു പൊന്നിൻ കുരിശുണ്ട്. അപ്പം അതൊക്കെ മുത്തിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നത്. അതൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള പരിപാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താ? ഇതെന്താ? അപ്പൊ ഇതെന്താ? തോമസ് ലീഹയുടെ പാദമുദ്ര പതിച്ച സ്ഥലം എന്നറിയപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പയ്യെ ഇറങ്ങി തുടങ്ങിട്ടോ. ഒരുപാട് നേരം റെസ്റ്റ് എടുത്തൊന്നുമില്ല. മേളിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി തുടങ്ങി. എല്ലാവരും മുമ്പിൽ പോകുന്നുണ്ട്. ഇതേപോലെ ജോക്കു ഇറങ്ങാനും ഉഷാറാണ്. ആനന്ദൻ്റെ വിളിച്ചാണ് പുള്ളി പോണത്. ഇനിയിപ്പോൾ താഴത്തെത്തി കഴിഞ്ഞാൽ കാണുള്ളൂ. തിരിച്ചിറങ്ങാൻ ഭയങ്കര സ്പീഡാണല്ലോ. ഇപ്പം തന്നെ എത്തും. 5 മിനിറ്റ് കൊണ്ട് എത്തുന്നു. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തിയിട്ടോ. ഇനി പയ്യെ പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ ഓടിയെത്തി. അല്ലേ ജോക്കോ? നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചല്ലേ? ജോക്ക് 2 പൊറോട്ട തട്ടി, ഞാൻ ഒരു ദോശ തട്ടി. അയ്യോ പറ്റാതായി. നമ്മൾ കിടക്കാൻ പോവല്ലേ? ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ. ഫ്രണ്ട്സിനെ കാണിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുത്തരാ. ബില്ലൂട്ടൻ ചാച്ച വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് പാപ്പങ്ങളും, പിന്നെ 1-2 പാപ്പങ്ങളും വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾ ഈ കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഒട്ടും പറ്റണില്ല. രാവിലെ നേരത്തെ എണീക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ജോഗി ടാറ്റ കൊടുക്ക്. ടാറ്റാ.